ക്രൂവും പ്രഷറൊക്കെ ആയിട്ട് ഞാൻ ഇരുന്ന് കണ്ടേ. ചേട്ടനെ പൊന്നു കേട്ടോ, നിങ്ങൾ ഇടിച്ചിട്ടില്ല. മേക്ക് ഓവർ അല്ലടാ, ഞാനിങ്ങനൊക്കെ തന്നെയാ. അടുത്ത കിഷ്കിന്ദ കാണ്ഡം സൂപ്പർ ഹിറ്റ് ഉറപ്പാ. 2025 പുള്ളിക്കാരൻ കൊണ്ടുവരുന്നു. നിങ്ങൾ പറ, എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി നിങ്ങൾ പറ. ക്രൂവും പ്രഷറൊക്കെ ആയിട്ട് ഞാൻ ഇരുന്ന് കണ്ടേ. ചേട്ടനെ പൊന്നു കേട്ടോ, നിങ്ങൾ ഇടിച്ചിട്ടില്ല. ഒരുപാട് സന്തോഷമുണ്ട് സിനിമ കണ്ടപ്പോൾ. എല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും കാണാനുള്ള ഒരു സിനിമ കാണുക. താങ്ക് യു. എല്ലാവരും കാണുക പ്ലീസ്. എല്ലാവരും സിനിമ കാണുക. ഇതുവരെ ഇൻ്റർവ്യൂവിനൊന്നും വരാത്ത ഒരാളാണ് നമ്മുടെ സിനിമയിലെ ഒരു പ്രധാന ക്യാരക്ടറാണ്. സോ അതിന് നല്ല രസമായിരുന്നു. നമ്മുടെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, താങ്ക് യു. ആശുപത്രി അങ്ങോട്ട് പോകാം. ഏതോ തീർച്ചയായിട്ടും അതിനേക്കാളും ഹാപ്പിയാണ്. ഓക്കെ, ഇറങ്ങിക്കോട്ടെ. നല്ല രസമുണ്ട്. ഞാനും തിയേറ്ററിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഭയങ്കര പിന്നെ അടിപൊളിയുണ്ട്. നല്ല ഭയങ്കര ഫീലുണ്ട് സിനിമ തിയേറ്ററിൽ കാണാൻ. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടു നിറഞ്ഞിറങ്ങി എന്തായാലും റീസ് കഴിഞ്ഞിട്ട് ജോഫിൻ ചെയ്ത ഒരു പടം അത് ഭയങ്കര രസമായിട്ട് തന്നെ ഒരുപാട് സന്തോഷം. എനിക്കറിയില്ല ഈ റെസ്പോൺസ് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളൊപ്പം സിനിമ ഇറങ്ങി വരികയാണെങ്കിൽ റെസ്പോൺസ് എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല. എന്ത് തോന്നി നിങ്ങൾക്ക്? നിങ്ങൾ പറയുന്നത് ഒരു രക്ഷയില്ല. എന്താ പറയാ, ഞാൻ വെറുതെ പറയില്ല. എന്ത് ടോപ്പ് 5 1 ഉണ്ടോ? അത് തന്നെയായിരുന്നു നമ്മളും ആഗ്രഹിച്ചത്. ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്ക് ഇത് നടന്ന സംഭവമാണോ എന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ അങ്ങനെ ഒരു സംശയം ആ സിനിമ ഒന്നും കൂടി എടുത്ത് കാണണമെന്നൊക്കെ ഇപ്പോൾ പറയുന്നു. അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതെ, ഇനിയിപ്പോൾ നിങ്ങളോട് പറയാനുള്ള റിക്വസ്റ്റ് അതാണ്. ഇനി കാണാനുള്ളവർക്ക് ഒരു സ്പോയിലർ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടാതിരിക്കുക. എന്തായാലും എല്ലാവരോടും പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്തൊക്കെയാണെന്ന് പറയരുത്. ഈ സിനിമ കാണാൻ എല്ലാവരോടും പറയും. നമുക്കാണ് സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ കണ്ട സ്ക്രീനിൽ കണ്ട തിയേറ്ററിലുള്ള റെസ്പോൺസ് ഭയങ്കര ജെന്യുവൻ ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്ത് തന്നെയാണ് ഓഡിയൻസിന് വരാനും കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള തിയേറ്റേഴ്സിനുള്ള റിവ്യൂസ് എടുക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എല്ലാം ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എന്തായാലും 2025 നല്ലൊരു തുടക്കം. ഓഡിയൻസായിട്ട് ഇരുന്ന് കാണുമ്പോഴാണ് ശരിക്കും സിനിമയുടെ ജെന്യുവനായിട്ടുള്ളൊരു റിവ്യൂ നമുക്ക് കിട്ടുകയാണ്. സിനിമ നല്ലതാണെങ്കിൽ ഇനി കൂടുതൽ പ്രൊമോഷൻസ് ചെയ്യാം. വളരെ കോൺഫിഡൻസിൽ നമുക്ക് ആളുകളോട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നല്ലൊരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടവർക്കെല്ലാം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസസ് അതാണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ടും നിർബന്ധിച്ച് സിനിമ കാണിക്കാം. കാര്യം ഇത്തരത്തിലൊരു സിനിമ വല്ലപ്പോഴും മാത്രമേ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമ കാണണം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സിനിമാ പ്രേമികൾക്കും സിനിമ ആരാധകർക്കും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു എന്താ പറയുക, അതെ, ഒരു ത്രൂ ഔട്ട് ഉണ്ട്. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച മുതൽ അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഇതെല്ലാം
സംഭവിച്ചത്. അപ്പം എല്ലാവരും വരിക തിയേറ്ററിലേക്ക്. ഇതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടിരുന്ന സിനിമ അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വന്ന് കാണും. എനിക്ക് പറയുന്നതിന് കുറേ പരിധികളുണ്ട്, പക്ഷേ സിനിമ നല്ല സിനിമയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. താങ്ക് യു. ഡിഫോയിലെ ഫസ്റ്റ് ഹിറ്റ് സൂപ്പർ പടം, സൂപ്പർ, ഒന്നിലൊരു കംപ്ലൈൻറ്റ്. നിങ്ങൾ പറ. അടിപൊളിയായിരുന്നു. എനിക്കങ്ങനെ ജഡ്ജ്മെന്റ് കിട്ടില്ല, ഞാൻ കുറേ വട്ടം കണ്ടതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് പറയുന്നത്. ശരിക്കും മമ്മൂട്ടി ഫാനാണോ? പിന്നെ നിങ്ങളെ കണ്ടിട്ട് പറ. മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും മമ്മൂക്കയുടെ ഒരു AI വേർഷൻ ചെയ്യുന്നത്, ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചെയ്യുന്നത്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഒന്നും പറയല്ല, സൂപ്പറാണ്, ഔട്ട്സ്റ്റാൻഡിങ്. നല്ല മൂവിയാണ്. ഒരു 2.5 മണിക്കൂർ വളരെ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്താണ്, നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട്. സ്റ്റഡി ചെയ്താണ് പടം ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി ഒരു ഏഴിൽ വർക്ക് മമ്മൂട്ടിയും കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഭരതൻ്റെ ഒക്കെ പഴയ കാലമൊക്കെ കാണിക്കുന്ന അതേപോലെ അതേ സ്റ്റൈലായിട്ട് എന്ന് വെച്ചാൽ പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത് കേട്ടോ. സൂപ്പർ പടം. സാസിഫ് അലിയുടെ അടുത്ത കിഷ്കിന്ത കണ്ടത് സൂപ്പർ ഹിറ്റ് ഉറപ്പാണ്. മമ്മൂക്കയെ കുറിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം എല്ലാ പോർഷൻസും വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ മമ്മൂക്ക ഫാനാണ്, അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടച്ചിങ് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ടായിരുന്നു. വെരി വെരി ഹാപ്പി. ഡയറക്ടർ സാർ ആട്ടം കണ്ടതിന് ശേഷം അല്ലെങ്കിൽ എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്ന ഒരു വിശ്വാസം ഡയറക്ടറിനുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി വെരി വെരി ഹാപ്പി. ഫസ്റ്റ് അസിക തൂക്കി ഉറപ്പായിട്ടും സൂപ്പർ ഹിറ്റ്. നല്ലോണം ഓക്കെ. ഭയങ്കര രസമുള്ള സിനിമയാണ്. അതെ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. ഭയങ്കര ഗംഭീര സിനിമയാണ്. എല്ലാവരും വന്ന് കാണുന്നത് ഇത് നമ്മൾ കാണുന്ന മലയാളത്തിൽ അധികം കാണാത്ത തരത്തിലുള്ളൊരു സിനിമയാണ്. എന്തായാലും വന്ന് കാണാം. അത് സസ്പെൻസ് ആണല്ലോ. അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് വന്ന് കാണട്ടെ എല്ലാവരും. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര രസമുണ്ട്. ആസിഫിക്ക അനസർ ഗംഭീര പെർഫോമൻസാണ്. ഭയങ്കര രസമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ജോഫിൻ ചേട്ടൻ്റെ മേക്കിംഗ് പരിപാടികളെല്ലാം ഭയങ്കര രസമുണ്ട്. 2026 സ്റ്റോറി മേക്കിംഗ് ഒക്കെ നമ്മളിതുവരെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി നമ്മളിതിൻ്റെ പാട്ടാണെങ്കിലും നമുക്ക് മൊത്തം സ്റ്റോറി അറിയുണ്ടായിരുന്നില്ല. അപ്പം ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞത്. അപ്പം ശരിക്കും എൻജോയ് ചെയ്തു. ഒരു ഭയങ്കരമായിട്ടൊരു ഫീല് തരുന്നൊരു മൂവിയാണ്. പിന്നെ എല്ലാ സിനിമ ലവേഴ്സിനും, ഐ മീൻ ആസ്പയറിങ് ആക്ടേഴ്സ്, ബീറ്റ് എനിവൺ, അവർക്കിത് ഭയങ്കര ഒരു ട്രിബ്യൂട്ടാണ്. എനിക്കങ്ങനെ തോന്നിയത്. മേക്ക് ഓവർ അല്ലടാ, ഞാനിങ്ങനൊക്കെ തന്നെയാണ്. എനിക്ക് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് ആക്ച്വലി ഒരുപാട് ഇഷ്ടമായി. ആൻഡ് ദെൻ ഈ ക്യാരക്ടറിൻ്റെ ഇങ്ങനെ 2 ജനറേഷൻസ് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ആൻഡ് ദെൻ ഇൻ ദ 80s രണ്ടും പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫിസിക്കലിയും മെൻ്റലിയും ആൻഡ് ദെൻ ഞാൻ എനിക്കാണെങ്കിൽ ഓബലിയും ഐ ഹാഡ് ടു വർക്ക്. ആൻഡ് ദെൻ ഐ തിങ്ക് ഐ ഹാവ് വർക്ക്ഡ് ബെറ്റർ. ഇനി ബാക്കി പ്രേക്ഷകർ കണ്ടിട്ട് ദേ ലെറ്റ് us know അതെങ്ങനെയാണ്. 2024 ആസിഫലിയുടെ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ ഗംഭീര വിജയമാവുകയും ചെയ്തത്. അതെ, 2025 ആദ്യത്തെ പോലീസ് വേഷമാണ്. ലെറ്റ്സ് സീ. ഒരു ആവർത്തന വിരസത വരുന്നതെന്ന് തോന്നിയായിരുന്നു എപ്പോഴെങ്കിലും? അതായത് റിപ്പീറ്റേഷൻ വരുന്നുണ്ടെന്ന് തോന്നിയത് ഈ പോലീസ് കഥാപാത്രങ്ങളിൽ? അത് ഞാനെന്തിനങ്ങനെ തോന്നണം? എനിക്ക് ആസിഫ് എത്ര പ്രാവശ്യം സ്ക്രീനിൽ വരുന്നു അത്ര ഐ ആം ഹാപ്പി. ആൻഡ് ആസിഫ് ഇസ് ഡൂയിങ് ഓൾ ദി ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ്ലി ഓൺലി. പോലീസ് യൂണിഫോം മാത്രമല്ല സെയിം ഉള്ളത്. ആ പുള്ളിയുടെ എല്ലാ പ്രോജക്ട്സും ആ ഡിഫറെൻറ്റ് കണ്ടൻസ് ആണ് വെരി ഡിഫറെൻറ്റ്. നല്ല പ്രോജക്ട്സാണ് ആസിഫ് എടുക്കുന്നത്. ആകെ റീക ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് ഇസ് വെരി ഗുഡ്. ഈ ആസിഫിന്റെ കണ്ണുകൾ വരെ അഭിനയിക്കുന്നതാണ് പറയുന്നത്. ഒബ്വിയസ്ലി ബ്യൂട്ടിഫുൾ ഐസ് ഒബ്വിയസ്ലി. എങ്ങനെയുണ്ടായിരുന്നു കൂടെ അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് എന്ന് എനിക്ക് പറയാം. ഐ ഗോട്ട് ടു വർക്ക് വിത്ത് ആസിഫ്. ഈ 2025 പുള്ളിക്കാരൻ കൊണ്ടുപോയി തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ, എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി നിങ്ങൾ പറ. കാരണം ഇതേ ജേണൽസ് നമ്മളധികം കണ്ടിട്ടില്ലല്ലോ. ഇത് പുതിയൊരു ജേണൽ പരിപാടി അല്ലെങ്കിൽ ഫീൽ ചെയ്തു മൊത്തത്തിൽ. അപ്പം ബാക്കി ഞാൻ പറഞ്ഞ സ്പോയിലർ ആവുന്നുണ്ട്. പടം തിയേറ്ററിൽ ഇതിലൂടെ പറയുകയോ തിയേറ്ററിൽ എല്ലാവരും കാണട്ടെ. ഒന്നാന്തര സിനിമയാണ്. അനുസരിക്ക്
വളരെ നല്ല ക്യാരക്ടറും വളരെ ചലഞ്ചിങ് ആയ ക്യാരക്ടർ. ഒരുപക്ഷെ യങ്സ്റ്റേഴ്സിൽ ഒരുപാട് അഭിനയ സാധ്യതയുള്ള സിനിമയാണ്. അതിൽ മേഘ, ഭാമ ഒക്കെ തന്നെ വളരെ നന്നായിട്ട് എന്താ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ സെറീൻ ഒക്കെ വണ്ടർഫുൾ പെർഫോമൻസിന് സാധ്യതയുള്ള സിനിമയാണ് ശരിക്കും. 100% ഇഷ്ടപ്പെട്ടു. ആസിഫ് അലിയുടെ നല്ല അടിപൊളി അഭിനയം, എല്ലാവരുടെയും അഭിനയം നല്ലതാണ്. നല്ല പടമാണ്, തിയേറ്റർ വാച്ചുകളാണ്. എടുത്തു പറയേണ്ടത് ആസിഫിൻ്റെ പെർഫോമൻസ്. ആ പെർഫോമൻസിലാണ് നമ്മൾ വീണ് പോയേക്കുന്നത്.